ഹായ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റായ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലെ 2 ഞാണുകൾ, 2 chords. If O is the center of the circle and 2 chords AB and CD intersect at a point P. O കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിലെ 2 ഞാണുകളാണ് എ ബി സി ഡി. ഇവ പിയിൽ കൂട്ടിമുട്ടിയാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഒരു വൃത്തത്തിലെ 2 ഞാണുകൾ എ ബി സി ഡി പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഇത് തെളിയിക്കുന്നതിനായി എ സി ബി ഡി ഇവ യോജിപ്പിക്കുക. എ സി ബി ഡി യോജിപ്പിക്കുക. ത്രികോണം എ പി സി, ത്രികോണം ബി പി ഡി പരിഗണിക്കുക. കൺസിഡർ ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ ബി പി ഡി. These 2 angles are equal, and also angle A equal to angle D. Angle A equal to angle D. Angles in the same arc are equal. Angles in the same arc. Angle A equal to angle D. കോൺ A സമം കോൺ D ഒരേ ചാപത്തിലെ കോണുകൾ. Angle APC ഈക്വൽ ടു ആംഗിൾ ബി പി ഡി ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ. കോൺ എ പി സി സമം കോൺ ബി പി ഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ, എതിർകോണുകൾ തുല്യം. ത്രികോണം എ പി സി, ത്രികോണം ബി പി ഡി. കോൺ എ സമം കോൺ ഡി ഒരേ ചാപത്തിലെ കോണുകൾ. ആംഗിൾ എ പി സി സമം ആംഗിൾ ബി പി ഡി ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ. സോ ദ 2 triangles ആർ ഈക്വൽ. അതുകൊണ്ട് ദ 2 triangles ആർ സിമിലർ. സോ ദ 2 triangles ആർ സിമിലർ. 2 ത്രികോണങ്ങളും സദൃശ്യങ്ങളാണ്. 2 ത്രികോണം എ പി സി സദൃശ്യം ത്രികോണം ബി പി ഡി. ദ 2 triangles ആർ സിമിലർ. If the 2 angles of the 2 triangles are equal, triangles are similar. Since the triangles are similar, sides opposite to equal angles are proportional. ത്രികോണങ്ങൾ സദൃശ്യങ്ങളായതുകൊണ്ട് തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികം. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികം ആയതുകൊണ്ട് ഈ ഒന്നാമത്തെ കോണിൻ്റെ എതിരെ കിടക്കുന്ന എ സി ബൈ ഇവിടെ ഒന്നാമത്തെ കോണിനെതിരെ കിടക്കുന്ന ബി ഡി ഈക്വൽ ടു രണ്ടാമത്തെ കോണിനെതിരെ കിടക്കുന്ന പി സി ബൈ രണ്ടാമത്തെ കോണിനെതിരെ കിടക്കുന്ന പി ബി ഈക്വൽ ടു മൂന്നാമത്തെ കോണിനെതിരെ കിടക്കുന്ന പി എ ബൈ മൂന്നാമത്തെ കോണിനെതിരെ കിടക്കുന്ന പി ഡി. ഈ അവസാനത്തെ 2 ഈക്വൽസ് മാത്രം എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടുന്നു. അതുകൊണ്ട് 2 ഞാണുകൾ എ ബി സി ഡി ഇവ വൃത്തത്തിനകത്ത് പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടുന്നു. ഇഫ് 2 chords intersect in the interior of the circle at the point P, then P A into P B equal to P C into P D. In the figure, O is the center of the circle. 2 chords A, B and C D intersect at the point P. AP equal to 8 cm, PB 3 cm, PC 6 cm. What is PD? PD കണ്ടുപിടിക്കണം. O കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിലെ 2 ഞാണുകളാണ് എ ബി സി ഡി. ഇവ പിയിൽ ഗണിക്കുന്നു. പി എ 8, പി ബി 3, പി സി 6, പി ഡി എക്സ് തന്നിട്ടുണ്ട്. പി ഡി കണ്ടുപിടിക്കണം. അതിനായിക്കൊണ്ട് നമുക്കറിയാം 2
ഞാണുകൾ വൃത്തത്തിനകത്ത് പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നമുക്കറിയാം. അപ്പോൾ പി എ 8, പി ബി 3, പി സി 6, പി ഡി കണ്ടുപിടിക്കണം. ആയതുകൊണ്ട് പി ഡി സമം 8 × 3 24/6 ഈക്വൽ ടു 4. പി ഡി സമം എക്സ് സമം 4 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ ഓ കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിലെ രണ്ട് ഞാണുകൾ എ ബി സി ഡി പിയിൽ ഗണിക്കുന്നു. പി എ, പി ബി, പി സി, പി ഡി. ഇവ നോക്കുക. പി എ 12, പി ബി 3, പി സി 4, പി ഡി 9. ഇവിടെ നോക്കുക. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. പി എ 12, പി ബി 3 ഈക്വൽ ടു പി സി 4 ഇൻറ്റു പി ഡി 9. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആകുന്നു. ഇവിടെ പി എ ഇൻറ്റു പി ബി എന്നത് ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയുമായി പരിഗണിക്കാം. ഇഫ് വി ടേക്ക് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ പി എ ആൻഡ് പി ബി. നോക്കൂ, പി എ നീളവും പി ബി വീതിയുമുള്ള ഒരു ചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവും പി സി പി ഡി ഇവ നീളവും വീതിയുമായി വരുന്ന ചതുരത്തിൻ്റെ പരപ്പളവ് അതാണ് പി സി ഇൻറ്റു പി ഡി. ഇത് രണ്ടും തുല്യമായിരിക്കും. ഇൻ ദ ഫിഗർ O is the center of the circle. AB and CD are the two chords intersect at the point P. Some measures are given. Find the missing values. In the first question, PA equal to 6, PB equal to 4, PC equal to 8. Find PD, AB and CD. And we have PA into PB equal to PC into PD. രണ്ട് ഞാണുകൾ എ ബി സി ഡി ഇവ പിയിൽ ഗണിക്കുന്നു. അതിൽ പി എ ചില അളവുകൾ തന്നിരിക്കുന്നു, മറ്റു ചില അളവുകൾ കണ്ടെത്തണം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ചില അളവുകൾ തന്നിട്ടുണ്ട്, മിസ്സിംഗ് വാല്യൂസ് കണ്ടെത്തണം. നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നതിലിട്ട് കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 6 × 4 24. പി ഡി കണ്ടെത്തുന്നതിനായി 24 6 × 4 ഈക്വൽ ടു 8 ഇൻറ്റു പി ഡി. അപ്പോൾ പി ഡി ഈക്വൽ ടു 24/8 ഈക്വൽ ടു 3. എ ബി എന്ന് പറയുന്നത് പി എ പ്ലസ് പി ബി ആണ്. 6 + 4 10. സി ഡി എന്ന് പറയുന്നത് പി സിയും പി ഡിയും കൂടി ചേർന്നാണ് 8 + 3 11. ഇത്തരത്തിൽ ബാക്കിയുള്ളവ കണ്ടെത്തണം. 2, 3, 4 ക്വസ്റ്റ്യനുകൾ എല്ലാവരും ചെയ്തു നോക്കുക, കണ്ടെത്തുക. ഇൻ ദ ഫിഗർ O is the center of the circle, AB is the diameter and CD is another chord. O കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിലെ രണ്ട് ജാണുകളിൽ ഒന്ന് ഒരു വ്യാസമായാൽ എ ബി ഡയമീറ്റർ, സി ഡി ഈസ് എ കോഡ്. രണ്ട് ഞാണുകൾ ഗണിക്കുമ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരു ഞാൻ ഒരു വ്യാസമായാലോ, ഇഫ് എ ബി വൺ കോഡ് ഈസ് ദ ഡയമീറ്റർ ആൻഡ് സി ഡി അനദർ കോഡ് intersect at the point P, then we have PA into PB equal to PC square. ഇതെങ്ങനെയാണ് തെളിയിക്കുക? ഇത് തെളിയിക്കുന്നതിനായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കോഡ്സ് എ ബി സി ഡി പിയിൽ ഗണിക്കുകയാണല്ലോ. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടുന്നു. ഇനി നോക്കാം, ഈ ഒരു ഞാൻ സി ഡി എന്ന ഞാൻ ലംബമായിട്ടുള്ള ഞാനാണ്. രണ്ട് ഞാണുകൾ ഗണിക്കുന്നത് ഇവിടെ ഒരു ഞാൻ വ്യാസമാണ്, സി ഡി എന്ന ഞാൻ ഗണിക്കുന്നത് ലംബമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരു ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം
ഞാനിനെ സമഭാഗം ചെയ്യുമെന്നറിയാം. ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. ഇവിടെ പി സി ഈക്വൽ ടു പി ഡി എന്ന് കിട്ടുന്നു. ഒ പി ആണ് ലംബം, ഒ പി ഈസ് ദ പെർപെൻഡിക്കുലർ, സോ വി ഗെറ്റ് സി ഡി ഈസ് ദ കോഡ്, സോ വി ഗെറ്റ് പി സി ഈക്വൽ ടു പി ഡി എന്ന് കിട്ടുന്നു. ആയതുകൊണ്ട് ഈ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന ഈ സമവാക്യത്തിൽ പി ഡിക്ക് കൂടെ പി സി എന്നിട്ട് കൊടുത്താൽ പി സി ഇൻറ്റു പി സി എന്നാവും. അതായത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇപ്പം രണ്ട് ഞാണുകൾ എ ബി സി ഡി എന്നീ ഞാണുകൾ വൃത്തത്തിനകത്ത് പിയിൽ ഗണിച്ചാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടും. അതിൽ ഒരു ഞാൻ വ്യാസമാവുകയും മറ്റേ ഞാൻ ലംബമായി ഗണിക്കുകയും ചെയ്താൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് കിട്ടുന്നു. ഈ ആശയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരേ പരപ്പളവുള്ള ചതുരവും സമചതുരവും വരയ്ക്കുന്നതിന് നാം ഉപയോഗിക്കുന്നു. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഇഫ് ടു കോഡ്സ് intersect, AB and CD intersect at a point P, then we have PA into PB equal to PC into PD. രണ്ട് ഞാണുകൾ ഗണിച്ചാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്ന് നമുക്കറിയാം. അതിൽ ഒരു ഞാൻ ഡയമീറ്റർ ആവുക, രണ്ടാമത്തെ ഞാൻ ആ ഡയമീറ്ററിന് ആ വ്യാസത്തിന് ലംബമാവുകയും ചെയ്താൽ ഇഫ് എ ബി ഡയമീറ്റർ ആൻഡ് സി ഡി പെർപെൻഡിക്കുലർ വി ഹാവ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് തെളിയിക്കണം. ഇത് തെളിയിക്കുന്നതിനായി നോക്കാം. ഇഫ് ടു കോഡ്സ് intersect പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്നറിയാം. ഇവിടെ സി ഡി പെർപെൻഡിക്കുലർ, സി ഡി ലംബമായതുകൊണ്ട്, സി ഡി ലംബം എ ബി ആയതുകൊണ്ട് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. ഇവിടെ ഒയിൽ നിന്നുള്ള ലംബമാണ് ഒ പി. ഒ പി ലംബമാണ്. ഇതാ ഈ സി പി ലംബമാണ്. ഇത് രണ്ടും പരസ്പരം ലംബങ്ങളാണ്. ആയതുകൊണ്ട് പി സി ഈക്വൽ ടു പി ഡി എന്ന് കിട്ടുന്നു. പി സി ഈക്വൽ ടു പി ഡി എന്ന് കിട്ടുന്നു. ഈ ഒന്നാമത്തെ സമവാക്യമായ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിയിൽ പി ഡിക്ക് പകരം പി സി എന്നിട്ട് കൊടുത്താൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി സി, അങ്ങനെ പി സി സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇത് ഉപയോഗപ്പെടുത്തി ഒരേ പരപ്പളവുള്ള ചതുരവും സമചതുരവും വരയ്ക്കുന്നതിനായി നമുക്ക് ഉപയോഗപ്പെടുത്താം. 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു ചതുരം വരച്ച് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്ന വിധം. അതിനായിക്കൊണ്ട് ആദ്യം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. 90 ഡിഗ്രി എടുക്കുക, 3 സെൻറ്റിമീറ്റർ എടുക്കുക, 90 ഡിഗ്രി എടുക്കുന്നു, 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു, യോജിപ്പിക്കുന്നു, ചതുരമായി. ഇതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കണം. ഇതിനായിക്കൊണ്ട് എ ബി എന്ന് പേര് കൊടുക്കുന്നു. മൂന്ന് സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക. ഇതിൻ്റെ മധ്യബിന്ദു ഇവിടെ നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം, ഇത് പി എന്ന് പേര് കൊടുക്കാം. 5 സെൻറ്റിമീറ്റർ, പി എ 3 സെൻറ്റിമീറ്റർ, പി എ 5 സെൻറ്റിമീറ്റർ, പി ബി 3 സെൻറ്റിമീറ്റർ. എ ബിയുടെ മധ്യബിന്ദു 5 + 3 8, മധ്യബിന്ദു 4 സെൻറ്റിമീറ്റർ വെച്ച് എം കണ്ടുപിടിക്കുന്നു. ഇനി എം കേന്ദ്രമായി എ വരെയുള്ള ദൂരം ആരമായി ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. എം കേന്ദ്രമായി എ വരെയുള്ള ദൂരം ആരമായി ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. ഡ്രോ എ സെമി സർക്കിൾ വിത്ത് എം ആസ് സെൻറ്റർ ആൻഡ് എം എ ആസ് റേഡിയസ് ആൻഡ് എക്സ്റ്റെൻഡ് ദ പോയിൻറ്റ്, എക്സ്റ്റെൻഡ് ദ ബ്രെഡ്ത്ത്. ഈ വീതി നീട്ടി വരയ്ക്കുക.
വൃത്തത്തെ ഗണിക്കുന്ന ബിന്ദുവിന് സി എന്ന് പേര് കൊടുക്കുക. ഇവിടെ നമുക്ക് നോക്കാം, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. നേരത്തെ പറഞ്ഞ തിയറം അനുസരിച്ച്, സിദ്ധാന്തമനുസരിച്ച് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. അടുത്തത്, അതായത് പി എ ഇൻറ്റു പി ബി എന്നാൽ പി എ നീളവും പി ബി വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എന്നതാണ് അർത്ഥം. പി സി സ്ക്വയർ എന്നാൽ പി സി സൈഡായിട്ടുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഈ ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ് സമചതുരത്തിൻ്റെ പരപ്പളവ്. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ഈസ് സെയിം ആസ് ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് സൈഡ്സ് ആസ് പി സി. പി സി വശമായി ഒരു സമചതുരം വരച്ചാൽ ആ സമചതുരത്തിന് ഈ ചതുരത്തിൻ്റെ തുല്യ പരപ്പളവായിരിക്കും. ഇത് വരയ്ക്കുന്നതിനായി പി ബി നീട്ടി വരയ്ക്കുക, പി സിയുടെ അളവ് കോമ്പസിലെടുക്കുക, പി തൊട്ട് സി വരെയുള്ള അളവ് കോമ്പസിലെടുക്കുക, അളവ് ഇവിടെ കുത്തുക, ഈ ബിന്ദുവിൽ കുത്തുന്നു, ചാപം വരയ്ക്കുന്നു. ഡ്രോ ആൻ ആർക്ക് ആൻഡ് ഡ്രോ അനദർ ആർക്ക്. We get a square, and this square is having the same area of the rectangular sides 5 and 3. അപ്പോൾ ഒരു ചതുരവും തുല്യ പരപ്പളവുള്ള സമചതുരവും ആയി. Second question, draw a rectangle of side 6 cm and 3 cm. Draw a square of equal area 6 cm 3 cm അളവുകളുള്ള ചതുരം വരച്ച് തുല്യ പരപ്പളവുള്ള സമചതുരം നിർമ്മിക്കുക. ഇതിനായി ആദ്യം ഒരു ചതുരം വരച്ചിരിക്കുന്നു. 6 cm 3 cm വശങ്ങളുള്ള ചതുരം വരച്ചിരിക്കുന്നു. ആദ്യം 6 cm നീളത്തിൽ വരയ്ക്കുക, 90 ഡിഗ്രി എടുക്കുക, 3 cm എടുക്കുക, യോജിപ്പിക്കുക, ചതുരമായി. ഇനി അടുത്തത്, ഇവിടുത്തെ വീതി എത്രയാണോ, ഇവിടെ വീതി 3 cm ആണ്, 3 cm നീട്ടി വരയ്ക്കുന്നു. ഇവിടെ ബി എന്ന് പേര് കൊടുക്കുക, ഇവിടെ പി എന്ന് പേര് കൊടുക്കുക. 6 3 9 ആണ്. മധ്യബിന്ദു 6 + 3 9, 9ൻ്റെ പകുതി 4.5 എടുത്ത് മധ്യബിന്ദു എം അടയാളപ്പെടുത്തുക. എം കേന്ദ്രമായി ഡ്രോ എ സെമി സർക്കിൾ വിത്ത് എം ആസ് സെൻറ്റർ ആൻഡ് എം എ ആസ് റേഡിയസ്. എം കേന്ദ്രമായി എം എ ആരമുള്ള ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. നീട്ടി വരയ്ക്കുക, വീതി നീട്ടി വരയ്ക്കുക, സി എന്ന് പേര് കൊടുക്കുക. പി സിയുടെ അളവ് നീട്ടുക, വീണ്ടും നീട്ടി വരയ്ക്കുക. പി സിയുടെ അളവ്, പി തൊട്ട് സി വരെയുള്ളതിൻ്റെ അളവ് കോമ്പസിലെടുക്കുക, പിയിൽ കുത്തുക, പി കേന്ദ്രമായി ഒരു ആർക്ക് വരയ്ക്കുക. വീണ്ടും ഇവിടെ കോമ്പസ് കുത്തുക, മുകളിലൊരു ആർക്ക് വരയ്ക്കുക, സിയിൽ കോമ്പസ് കുത്തുക, ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചതുരത്തിന് നമ്മൾ നേരത്തെ വരച്ച ചതുരത്തിൻ്റെ അതേ പരപ്പളവാണ്. ആദ്യം വരച്ച ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 6 × 3 18. ഈ സമചതുരത്തിൻ്റെ ഏരിയ ഓഫ് സ്ക്വയർ, ഈ സമചതുരത്തിൻ്റെ പരപ്പളവും 18 ആണ്. പി സി എത്രയായിരിക്കും? പി സി എത്രയാണ്? ഇവിടെ പി എ × പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ 6, പി ബി 3, പി സി സ്ക്വയർ 18. പി സി ഈക്വൽ ടു √18. പി സി √18 ആണ്. ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് 18. ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് 18. Third question, draw a square of area 20 cm. 20 square centimeter. Draw a square of area 20 square centimeter. 20 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം നിർമ്മിക്കുക. നോക്കാം, പരപ്പളവ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. വശം എത്രയായിരിക്കും?
സമചതുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പരപ്പളവ് എന്നാൽ വശത്തിൻ്റെ വർഗമാണ്. സൈഡ് സ്ക്വയർ ഈക്വൽ ടു 20. അപ്പോൾ സൈഡ് എത്രയായിരിക്കണം? വശം എത്രയായിരിക്കണം? √20 ആയിരിക്കണം. സമചതുരത്തിൻ്റെ പരപ്പളവ് 20 ആണെങ്കിൽ വശം എത്രയായിരിക്കണം? വശം √20 ആയിരിക്കണം. ഇപ്പോൾ √20 വശമുള്ള ഒരു സമചതുരം വരച്ചാൽ മതിയാവും. ഇതിനായിക്കൊണ്ട് √20 എങ്ങനെയാണ് നിർമ്മിക്കുക? നമുക്കറിയാം എങ്ങനെയാണ് 20 കിട്ടുക. 20 എന്നാൽ 5 × 4 = 20 ആണ്. 10 × 2 = 20 ആണ്. 20 × 1 = 20 ആണ്. ഇവിടെ സൗകര്യപ്രദമായിട്ടുള്ള അളവ് 5 × 4 = 20 എന്ന അളവ് എടുക്കാം. ഇതിനായി 5 + 4 9 സെൻറ്റിമീറ്റർ നീളത്തിൽ AB വരയ്ക്കുക. 9 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ നീക്കി P എന്ന് അടയാളപ്പെടുത്തുക. 4 സെൻറ്റിമീറ്റർ നീക്കി P അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 4, ഇവിടെ 5 ആയി. മധ്യബിന്ദു കണ്ടുപിടിക്കുക. 5 + 4 9ൻ്റെ മധ്യബിന്ദു 4.5 കണ്ടുപിടിച്ച് M അടയാളപ്പെടുത്തുക. M സെൻറ്ററായി, M കേന്ദ്രമായി MA ആരമുള്ള ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. Pയിലൂടെ ലംബം വരയ്ക്കുക. അടുത്തത് നോക്കാം. ഇവിടെ PC, ഇവിടെ PA × PB = PC². PA 5, PB 4 = PC². 20 = PC² ആയതുകൊണ്ട് PC = √20. PCയുടെ നീളം √20 ആണ്. PCയുടെ നീളം √20 ആണ്. P തൊട്ട് C വരെയുള്ള ദൂരം കോമ്പസിലെടുക്കുക. ആർക്ക് അടയാളപ്പെടുത്തുക? സമചതുരം വരയ്ക്കുക. ഈ ഇപ്പോൾ വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ്, the area of the square here is PBQC. PBQC is 20 square centimeter. Area of square PBQC എന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം വശം √20 ആണ്. ഏരിയ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലെ 2 ഞാണുകൾ, 2 chords intersects, 2 ഞാണുകൾ ഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ഇതിലെ കണക്കുകളും തെളിയിക്കലുകളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ക്ലാസ്സുകൾ കാണണം, നോട്ട് എഴുതിയെടുക്കണം. താങ്ക് യു.